ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയരും സ്നേഹിക്കുന്നവരുമായ ദൈവജനമേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധമായ നോമ്പ് വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരു നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് വേനൽക്കാലത്ത് ഇഴ പൊഴിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷം തൻ്റെ വേരുകളെ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറക്കി ജലത്തിനും ലവണങ്ങൾക്കുമായിട്ട് തേടുന്നത് പോലെ നമ്മുടെ ജീവിതമാകുന്ന വരണ്ട നിലത്ത് ആഴങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസമാകുന്ന വേരുകളെ ഇറക്കിക്കൊണ്ട് ദൈവവചനത്തെ പഠിപ്പാനും ഗ്രഹിപ്പാനും ദൈവാശ്രയ ബോധമുള്ള മക്കളായി ജീവിപ്പാനുമായിട്ട് ദൈവനമ്പുരാൻ നമുക്ക് നൽകുന്ന ഒരു കാലഘട്ടമായിട്ട് നമ്മൾ എടുക്കണം. പ്രിയമുള്ളവരെ, ഈ സന്ധ്യയിൽ നിങ്ങളോടൊപ്പമുള്ള അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ദൈവത്തിൽ ശരണപ്പെട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധനായ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ വചനത്താൽ സമ്പുഷ്ടമായിരിക്കുന്ന വാക്യങ്ങളാണ് 1 മുതൽ 12 വരെയുള്ളത്. ഇതിൽ ഏതാനും ചില പ്രാധാന്യത്തെ എടുത്തു കാട്ടിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തു 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തന്നെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ വിധിക്കരുത്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ വിധിക്കരുത്. പ്രിയമുള്ളവരെ, നവമാധ്യമങ്ങളുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ ഒരു വാർത്തയെ കാണുമ്പോൾ വേഗം അതിനോട് പ്രതികരിപ്പാനായിട്ടുള്ള ഒരു വ്യഗ്രതയുള്ള കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആ വാർത്തയിലെ സത്യസന്ധത എപ്രകാരമാണ് എന്ന് തിരിച്ചറിയാൻ പോലും നിൽക്കാതെ എത്രയും വേഗത്തിൽ ആ വാർത്തയോട് പ്രതികരിക്കുക എന്നുള്ള അതിയായ വാഞ്ച ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നു. ആ നിമിഷത്തിൽ ആ വാർത്തയുടെ സത്യസന്ധതയെ പറ്റി നാം ചിന്തിക്കാറില്ല. ആ വാർത്ത പിൽക്കാലത്ത് തെറ്റാണ് തിരിച്ചറിഞ്ഞാൽ പോലും തിരുത്താൻ പോലും മടിക്കുന്ന ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ഒരു വ്യക്തികളെ വിധിപ്പാനായിട്ടുള്ള നമ്മുടെ അതിയായ ആഗ്രഹമാണ് അതിൽ കൂടി കാണുന്നത്. പ്രിയമുള്ളവരെ, അതിൽ നാം മനസ്സിലാക്കാതെ പോകുന്നത് ഒരുപക്ഷെ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രയാസമുള്ള കാലഘട്ടത്തിൽ കൂടിയായിരിക്കും നാം അവനെ വിധിക്കുന്നത്. മറ്റൊന്ന്, നമ്മുടെ സംഭാഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതും മറ്റുള്ളവരെ വിധിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും. മറ്റൊരു കാര്യം, ഞാനും അതേ അവസ്ഥയിൽ കൂടി കടന്നു പോയാലും മറ്റൊരുത്തനെ വിധിക്കാതെ പോകാൻ പറ്റാത്ത ഒരു വൈകൃതമാകുന്ന മാനസികാവസ്ഥയിൽ കൂടിയും നിങ്ങളും കടന്നു പോകുന്നുണ്ട്. നവമാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തികളെ വേഗത്തിൽ വിധിച്ച് അവരെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടുള്ള ചിന്തകളും നിരൂപണങ്ങളും പ്രവർത്തികളുമാണ് നിങ്ങളും ചെയ്യുന്നത്. വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, പരീശന്മാരുടെയും സാപ്യന്മാരുടെയും നീതിയേക്കാൾ നിങ്ങളുടെ നീതി വർദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. പരീശന്മാരുടെയും ശ്രാപ്യങ്ങളുടെയും നീതി എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, പാപമില്ലാത്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം കാൽവറിയിൽ ചൊരിഞ്ഞ അന്യായമായ കർത്താവിനെ ക്രൂശിച്ച ആ നീതിയാണ്. ആ നീതിയല്ലാതെ കരുണയാകുന്ന ക്രിസ്തുവിന്റെ നീതിയെ നാം വരിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി മാറുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കില്ല എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ്. പ്രിയമുള്ളവരെ, സെയിന്റ് ഐസക് ഓഫ് നിനവേ അദ്ദേഹം ഇപ്രകാരം പറയുന്നു, ദൈവത്തെ നീതിമാൻ എന്ന് മാത്രം വിളിക്കരുത്. അദ്ദേഹത്തിന്റെ നീതി കരുണയാണ്. ദൈവത്തെ നീതിയുള്ളവൻ എന്ന് മാത്രം വിധിക്കരുത്. അദ്ദേഹത്തിന്റെ നീതി കരുണയാണ്. അതുകൊണ്ടാണ് സ്വർഗം ചായ്ച്ച് സൃഷ്ടാവ് സൃഷ്ടിയുടെ ഉദരത്തിൽ മനുഷ്യനായി ജീവിച്ച് നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി ഉയർത്തേതിന്റെ സ്വർഗാരോഹണം ചെയ്തു.
പ്രിയമുള്ളവരെ, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് മറ്റുള്ളവനെ വിധിക്കരുത്. ഈ നോമ്പ് കാലഘട്ടം, ഈ സന്ധ്യയിൽ യേശു ക്രിസ്തു നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് മറ്റുള്ളവനെ വിധിക്കരുത്. രണ്ടാമതായിട്ട്, സഹോദരന്റെ കണ്ണിലെ കരടിനെ, നമ്മുടെ കണ്ണിലെ കോൽ വെച്ചിട്ട് അധികമായി പരിശോധിക്കുന്ന ഒരവസ്ഥയെ പറ്റി ഇവിടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്നു. ഇവിടെ ഒരു കഥ ഓർമ്മ വരികയാണ്. ഒരു സന്യാസി വരികൻ, അദ്ദേഹത്തിന്റെ ഗുരുകുലത്തിൽ അദ്ദേഹത്തോടൊപ്പം താമസിച്ച് പഠിക്കുന്ന ഒരു ശിഷ്യൻ, ആ ശിഷ്യൻ സന്യാസി വരിയുടെ അടുത്ത് കടന്നു വന്നിട്ട് പറയുകയാണ്, ഗുരുനാഥ, എന്റെ സഹോദരനും സഹപാഠിയുമായ ഒരു സ്നേഹിതൻ അതിയായ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് യാത്രയാക്കുന്നു. ആ സമയത്ത് ആ ഗുരുനാഥൻ അത് കേൾക്കാതെ പോകുന്നു. വീണ്ടും 1, 2, 3 ദിവസം ഇതേപോലെ ഒന്ന് ആവർത്തിക്കുമ്പോൾ ഗുരുനാഥൻ തന്റെ ശിഷ്യനോട് പറയുകയാണ്, പ്രിയപ്പെട്ട ശിഷ്യ, നീ ഒരു കുടത്തിനകത്ത് ജലം വേഗം നിറയ്ക്കുക എന്നുള്ളത്. ആ ശിഷ്യൻ തന്റെ ഗുരുനാഥന്റെ വാക്കുകളെ കേട്ട് ഒരു കുടത്തിൽ ജലം നിറയ്ക്കുന്നു. ജലം നിറച്ച ശേഷം ഉടനെ ഗുരുനാഥൻ തന്റെ ശിഷ്യനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നീ ഈ കുടത്തിൽ എന്ത് കാണുന്നു എന്നുള്ളത്. ശിഷ്യൻ പറയുകയാണ്, ഗുരുവേ, വെള്ളം കലങ്ങിയിരിക്കുകയാണ്, എനിക്കൊന്നും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അല്പസമയത്തിന് ശേഷം വീണ്ടും ഗുരുനാഥൻ ചോദിക്കുന്നു, ശിഷ്യ, എന്താണ് ആ കുടത്തിൽ നീ ഇപ്പം കാണുന്നത്? ശിഷ്യൻ പറയുകയാണ്, ഗുരുനാഥ, വെള്ളം തെളിഞ്ഞു കാണുന്നു. തെളിഞ്ഞു കാണുന്ന വെള്ളത്തിൽ ഞാൻ എൻ്റെ മുഖത്തെ കാണുന്നു. അപ്പോൾ ആ ഗുരുനാഥൻ പറയുകയാണ്, പ്രിയപ്പെട്ട ശിഷ്യ, നീ നിന്റെ സഹോദരനും സ്നേഹിതനുമായി ആയിരിക്കുന്ന വ്യക്തിയുടെ പ്രവൃത്തിയിലെ തെറ്റുകളെ കാണുമ്പോൾ, ദോഷങ്ങളെ കാണുമ്പോൾ, തിന്മകളെ കാണുമ്പോൾ നീ നിന്റെ അന്തരാത്മാവിലേക്ക് തിരിഞ്ഞു നോക്കുക. നീ എപ്രകാരം തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് യാത്രയാകുന്നു, നീ എപ്രകാരം ഒരു തെറ്റിൽ ജീവിക്കുന്നെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. സെയിന്റ് ഫ്രെയിം ഓഫ് സിറിയൻ അദ്ദേഹം പറയുകയാണ്, ഇഫ് യു ഡിസ്കവർ എ ഫാൾട്ട് ഇൻ യുവർ ബ്രദർ, ഫസ്റ്റ് ലുക്ക് വിത്തിൻ യുവർസെൽഫ്. ഇഫ് യു ഡിസ്കവർ എ ഫാൾട്ട് ഇൻ യുവർ ബ്രദർ, ലുക്ക് ഫസ്റ്റ് വിത്തിൻ യുവർസെൽഫ്. നിന്റെ സഹോദരനിൽ ഒരു തെറ്റ് നീ കാണുന്നുണ്ടെങ്കിൽ ആദ്യം നീ ശ്രദ്ധിക്കേണ്ടത് നിന്റെ ആത്മാവിലേക്കാണ്. ആദ്യം നീ തിരിഞ്ഞു നോക്കേണ്ടത് നിന്റെ ആത്മാവിലേക്കാണ്. പ്രിയമുള്ളവരെ, സ്വന്തം കണ്ണിലെ കോല് വെച്ചിട്ട് സഹോദരന്റെ കണ്ണിലെ കരടിന്റെ പിന്നാലെയുള്ള യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് ദൈവാത്മാവത്തിൽ ചിന്തിച്ച് സ്വന്തം കണ്ണിലെ കോല് മാറ്റുവാനും അതുവഴി ആ കോലില്ലാത്ത ഒരു മനുഷ്യ ജീവിതമായി സഹോദരൻ അവന്റെ തെറ്റുകളിൽ നമ്മുടെ ജീവിതത്തിൽ കണ്ട് അവന്റെ തെറ്റുകൾ തിരുത്തുവാൻ ശ്രമിക്കുന്ന നന്മയുള്ള അവസ്ഥയിലേക്ക് മാറുവാൻ നാം ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട്, ഈ 7-ാം അധ്യായത്തിന്റെ ഭാഗത്തിൽ നാം കാണുന്നുണ്ട്, മനുഷ്യർ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ മനുഷ്യർക്ക് ചെയ്യും. മനുഷ്യർ നിങ്ങൾക്ക്, ഈ സമൂഹം നിങ്ങൾക്ക് എന്ത് ചെയ്യുവാനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ഈ സമൂഹത്തിന് നൽകുക എന്ന് കർത്താവ് യേശു ക്രിസ്തു നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിപ്പിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിപ്പിൻ. ഈ ലോകത്ത് അതിഥി സൽക്കാരങ്ങൾ സ്വീകരിക്കുന്ന, സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്ന മനുഷ്യർ മാത്രമാകാതെ ദൈവം കരുണയും നീതിമാനും ആണ് എന്നുള്ള ബോധ്യത്തിൽ ഉൾക്കൊണ്ട് ദൈവാശ്രയത്തിൽ ജീവിച്ച് ഈ സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരായി മാറുമ്പോൾ നമ്മുടെ സമൂഹവും നമ്മെ കണ്ട് നന്മയുള്ളവരായി മാറും. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം നമ്മളോട് വീണ്ടും ആഹ്വാനം ചെയ്യുന്നു, നീ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ വിധിക്കരുത്. സഹോദരന്റെ കണ്ണിലെ കരടിനേക്കാൾ ഉപരിയായിട്ട് നിന്റെ കണ്ണിലെ കോലിലേക്ക് തിരിഞ്ഞു നോക്കുക. മൂന്നാമതായിട്ട്, എന്താണോ ഈ സമൂഹം നിങ്ങളോട് ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഈ സമൂഹത്തോട് നിങ്ങൾ ചെയ്യുക. നന്മയുള്ളവരായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതുപോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ആ സ്നേഹത്തിന്റെ വലിയ അർത്ഥമുണ്ട് പ്രിയമുള്ളവരെ. ആ സ്നേഹം എന്ന് പറയുന്നത് ഒരു സൃഷ്ടാവ്
സൃഷ്ടിയുടെ ഉദരത്തിലേക്ക് ഇറങ്ങി വന്ന് സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച് സാധാരണ മനുഷ്യനെ പോലെ മരിച്ച് ദൈവമായി ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത പിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയായ ക്രിസ്തുവിനെ പോലെ നാം മറ്റുള്ളവരെ സ്നേഹിപ്പാനും മറ്റുള്ളവരെ അനുകമ്പ കാണിപ്പാനും ഈ സമൂഹം ആരെയാണോ പാർശ്വവൽക്കരിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളത് അവരെ ചേർത്ത് പിടിപ്പാനും അവരെ ഈ സമൂഹത്തിന് മുഖ്യധാരകളിലേക്ക് കൊണ്ടുപോകാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും പരിശുദ്ധമായ നോമ്പിന്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.